എൻ്റെ കാശ് മേടിച്ചിട്ട് നീയൊക്കെ അങ്ങനെ ഇപ്പം കോടീശ്വരരാകണ്ട എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. ക്യാപ്ഷൻ കണ്ടിട്ട് എന്ത് തോന്നി? ഓടിയിട്ടുണ്ടോ? ഞാൻ ഓടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ചേച്ചിമാരൊക്കെ വന്ന് ചോദിക്കുന്ന സമയത്തെ കൈ 10 പൈസ കാണത്തില്ല പണ്ടാരം ഉടങ്ങാനായിട്ട്. മനസ്സിൽ പറയുന്നതാണ് കേട്ടോ. നേരിട്ടാരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് പറയാൻ പറ്റുമോ നമ്മളെല്ലാം ചിരഞ്ജീവികളാണ്, നമുക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ? ഞാനൊരു ഏജൻ്റ് ആയതിനു ശേഷമാണ് ഇത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. ഈ പറയുന്ന ഏജൻറ്റുമാർക്ക് അവർക്കല്ല ഫൈനൽ ബെനിഫിറ്റ് കിട്ടുന്നത്, നമുക്ക് തന്നെ കിട്ടുന്നത്. ഇൻ കേസ് നമ്മൾ ഈ നിമിഷം തട്ടിപ്പോയാലും നമ്മുടെ കാശ് കിട്ടുന്നത് ആർക്കാ? നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഡെയിലി വേജസിന് പോകുന്ന ആൾക്കാർക്ക് പോലും 1000 രൂപ കുറഞ്ഞ് ഡെയിലി വേജസ് ഉള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടോ? ഇല്ല. കുറഞ്ഞത് ഒരു 1000 രൂപയെങ്കിലും കിട്ടും. ഞാൻ പറയുന്നതേ, ഒത്തിരി ഡിപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ട്, കാശ് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ, ഫ്യൂച്ചറിലോട്ട് അത്രയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല കേട്ടോ, സാധാരണക്കാരായ ആൾക്കാരെ കുറിച്ചിട്ടാണ്. നമ്മൾ പോകുമ്പം നമ്മുടെ കുടുംബം നമ്മളെ പ്രാകരുത്, അല്ലേ? അപ്പം ഇതുവരെ പോളിസി എടുക്കാത്ത വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അഥവാ ഉണ്ട്, ഇനിയും വേണം എന്നുള്ളവരാണെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ മതി. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ആവശ്യങ്ങൾ പലതല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാനും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ബൈ.